തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൈറലായ പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഗാനത്തിന്റെ രചയിതാവ് കോഴിക്കോട് സ്വദേശിയായ GP കുഞ്ഞബ്ദുള്ളയാണ്. ഖത്തറിൽ വ്യവസായിയായ കുഞ്ഞബ്ദുള്ള ഗാനത്തിനു പിന്നിലെ കഥ 24-നോട് പങ്കുവച്ചു. പാട്ട് ഹിറ്റായെങ്കിലും എഴുത്തുകാരനെ തേടുകയായിരുന്നു പലരും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൈറലായ UDFന്റെ പ്രചരണ ഗാനം എഴുതിയതാരെന്നറിയാൻ പലർക്കും വലിയ ആകാംക്ഷയായിരുന്നു. UDF വിജയത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആയ ഗാനം PC വിഷ്ണുനാഥ് MLA ആലപിച്ച് വൻ കയ്യടി നേടി. സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണേ അയ്യപ്പ, ലോഹം മാറ്റിയതാരപ്പ, സഖാക്കളാണേ അയ്യപ്പ. എഴുതിയ ആളെയോ അത് സംഗീതം ചെയ്ത ആളെയോ അത് പാടിയ ആളെയോ ഒന്നും ഇതുവരെ അറിയത്തില്ല. യഥാർത്ഥത്തിൽ ഞങ്ങൾ അറിയത്തില്ല. സോഷ്യൽ മീഡിയയിലൊക്കെ ചില ആളുകളെ കണ്ട്. ഗാനത്തിന്റെ രചയിതാവ് ഖത്തറിലെ പ്രവാസി എഴുത്തുകാരനും കോഴിക്കോട് നാദാപുരം സ്വദേശിയുമായ GP കുഞ്ഞബ്ദുള്ളയാണ്. ഗാനം വന്ന വഴിയെക്കുറിച്ച് 24-നോട് GP കുഞ്ഞബ്ദുള്ള. യൂത്ത് കോൺഗ്രസ്സുകാരുടെ ലീഗുകാരൊക്കെ വിളിച്ചിരുന്നു. പിന്നെ അവരൊന്നും അത്ര ഒരു റെസ്പോണ്ട് ചെയ്തില്ല. ഞാനത് അനീഫ മുടിക്കോട് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അയാൾക്ക് അയച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഞാൻ റെക്കോർഡ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അവിടുത്തെ ഒരു മ്യൂസീഷ്യൻ ഡാനിഷ് എന്ന് പറഞ്ഞ ആളെ ഇത് പാടിയത്. 24-ന്റെ ഗുഡ് മോർണിംഗ് വിത്ത് R ശ്രീകണ്ഠൻ നായർ ഷോയിൽ കുഞ്ഞബ്ദുള്ള ഗാനം ആലപിക്കുകയും ചെയ്തു. പോറ്റിയെ കേറ്റിയെ സ്വർണം ചമ്പായി മാറ്റിയെ. 600ഓളം പാട്ടുകൾ എഴുതിയ TP കുഞ്ഞബ്ദുള്ള 120ഓളം മാപ്പിളപ്പാട്ടുകളുടെ സമാഹാരമായ വർണ്ണചരിത്രം എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.